ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മാക്സിമം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ള കാര്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടും സാന്നിധ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റീജിയൻസ്? ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണ്, അവയിൽ ഏതെങ്കിലും ഒന്ന് വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ എനി വൺ എന്ന രീതിയിലാണ് ഒരു ചോദ്യം വരുന്നെങ്കിൽ 3 ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻ റീജിയൻസിന്റെ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റീജിയൻസിന്റെ ഉത്തരപർവ്വത മേഖലയുടെ 3 ഇമ്പോർട്ടൻസ്, 3 പ്രാധാന്യങ്ങൾ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് 3 പേര് ലിസ്റ്റ് ചെയ്യുക. ദെൻ അതിലേതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ രീതിയിലായിരിക്കും നമുക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് ഒരു പോയിന്റ് നമുക്ക് എന്ത് കൊടുക്കാം, ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കൊടുക്കാം. മറ്റൊന്ന് നമുക്ക് എന്ത് കൊടുക്കാം, നാച്ചുറൽ ബാരിയേഴ്സ് അല്ലെങ്കിൽ എന്താണ്, പ്രകൃതിദത്തമായ കോട്ടയാണെന്ന് കൊടുക്കാം. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് റിവേഴ്സ്, പല നദികളുടെയും ഉത്ഭവ പ്രദേശമാണ്. ഇങ്ങനെ നമുക്ക് 3 പോയിന്റ്സ് ആണ് അതിൽ വരുന്നത്, 3 ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി എക്സ്പ്ലെയിൻ എനി വൺ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, വിശദീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം, ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് എങ്ങനെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. അത് നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇറ്റ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ദ കോൾഡ് വിൻഡ്സ് ബ്ലോയിങ് ഫ്രം സെൻട്രൽ ഏഷ്യ ഡ്യൂറിംഗ് ദ വിന്റർ ടൈമിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നും ബ്ലോ ചെയ്യുന്ന എന്താണ് കോൾഡ് വിൻഡിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, നമ്മുടെ ഈ ഒരു നോർത്തേൺ മൗണ്ടൻ റീജിയൻസിന് സാധിക്കുന്നുണ്ട്. ദെൻ ദ നോർത്തേൺ മൗണ്ടൻ ബ്ലോക്ക് ദ മൺസൂൺ വിൻഡ്സ് ആൻഡ് കോസ് റെയിൻഫാൾ ഓൾ ഓവർ ദ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ മഴ പെയ്യാൻ, അതായത് എന്താ പറയുക, മൺസൂൺ വിൻഡിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ മഴ പെയ്യിക്കുന്നതും ആര് തന്നെയാണ്, നമ്മുടെ ഈ ഉത്തരപർവ്വത മേഖല തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തതിൻ്റെ വിശദീകരണം. അതായത് ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഒരു ഫുട്ബോൾ കളിയിലൊക്കെ ഡിഫൻഡേഴ്സ് ഇല്ലേ, ലൈക്ക് അതുപോലെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കാനും ആർക്ക് പറ്റുന്നുണ്ട്, നമ്മുടെ ഉത്തരപർവ്വത മേഖലകൾക്ക് പറ്റുന്നുണ്ട്. മറ്റൊരു പോയിന്റാണ് നാച്ചുറൽ ബാരിയേഴ്സ് നമ്മൾ പറഞ്ഞത്. ടു എ certain extent these mountain ranges have been protecting us from the invasions of the northwest invaders since ancient times. നമുക്ക് കാണാൻ പറ്റും, ആൻഷ്യൻ ടൈം മുതൽ തന്നെ നോർത്ത് വെസ്റ്റ് എന്നുള്ള ഇൻവാഡേഴ്സിനെ ഇവിടെ കടത്തിവിടാതെ സംരക്ഷിക്കാനും ആർക്ക് പറ്റുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻ റീജിയൻസിന് പറ്റുന്നുണ്ട്. അപ്പോൾ പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളെ ഒരു പരിധിവരെ സംരക്ഷിക്കാനും ആർക്ക് പറ്റുന്നുണ്ട്, ഈ പർവ്വതനിരകൾക്ക് പറ്റുന്നുണ്ട്. അടുത്താണ് നമ്മൾ പറഞ്ഞത് സോഴ്സ് ഓഫ് റിവേഴ്സ്. നിരവധി റിവേഴ്സിൻ്റെ സോഴ്സാണ് നമ്മൾ പറഞ്ഞു, ഉറവിടമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ദ ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര സെവറൽ ട്രിബ്യൂട്ടറീസ് ഒറിജിനേറ്റ് ഫ്രം ദീസ് മൗണ്ടൻ റേഞ്ചസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ഇങ്ങനെ നിരവധി നദികളും അതിൻ്റെ എന്താ പറയുക കൈവരികളും ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നതായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പോഷക നദികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെയാണ് ഉത്ഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻ റീജിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള 3 ചോദ്യങ്ങളാണ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 നദികളുടെ പേരുകൾ എന്ത് ചെയ്യാം മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് സെപ്പറേറ്റും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ നദികളുടെ പേരുകൾ മാത്രം സെപ്പറേറ്റ് ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഈ മൗണ്ടൻ റേഞ്ചസിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഒരു പ്രത്യേക ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് 3 ഇതിൻ്റെ പ്രാധാന്യം ഒന്ന് പഠിച്ചു വെക്കുക. നദികളുടെ ഉത്ഭവപ്രദേശം, അതുപോലെ നമ്മൾ പറഞ്ഞ പ്രകൃതിദത്തമായ കോട്ട, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് 3 നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻസിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്താ പറയുക ഉത്തരപർവ്വത മേഖലകളുടെ സവിശേഷതകൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു ചാപ്റ്ററിന് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിലാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് എന്ന ഒരു ചോദ്യം കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് പ്രധാനമായിട്ടും എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്തു പോവാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇന്ത്യയിലെ മേജർ സോയിൽ ടൈപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും, ബ്ലാക്ക് സോയിൽ ഉണ്ട്, അലൂവിയൽ സോയിൽ ഉണ്ട്, ഡെസേർട്ട് സോയിൽ ഉണ്ട്, ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട്, മൗണ്ടൻ സോയിൽ ഉണ്ട്, റെഡ് സോയിൽ ഉണ്ട് അല്ലേ. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമി മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്, ഇങ്ങനെ നിരവധി സോയിൽ ടൈപ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മേജർ സോയിലുകൾ ഏതൊക്കെയാണ്, ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം, ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങളുടെ പേരൊന്ന് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റണം. അത് ഇത്രയും മണ്ണിനങ്ങളാണ് പ്രധാനമായിട്ടും എവിടെ കാണപ്പെടുന്നത്, നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് എന്തൊക്കെയാണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോയിൽ ടൈപ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻസിൻ്റെ ഉത്തരപർവ്വത മേഖലകളുടെ പ്രാധാന്യം എന്താണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റീജിയൻസ്.
റീജിയൻസ്. അപ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ നോർത്തേൺ മൗണ്ടൻ റീജിയൻസും ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെ 3 കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ മക്കളും 5 മിനിറ്റ് കൊണ്ട് തന്നെ 10 മാർക്കോളമുള്ള കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസിലൂടെ നമുക്ക് കുറേ അധികം ഭാഗങ്ങൾ പഠിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.